നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വിഷയം എന്ന് പറയുന്നത് എന്നോട് പലരും പറഞ്ഞൊരു വിഷയം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സമൂഹത്തെ വയോജനങ്ങൾ പലയിടത്തും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും മാതാപിതാക്കളെ നോക്കാൻ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ട്. അത് പല സാഹചര്യങ്ങളിലാണ്. ഒരുപക്ഷെ അവർക്ക് ജോലിയുമായ തിരക്കിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതിനാൽ അവർക്ക് കൂടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ ഉപേക്ഷിക്കുന്ന ആളുകളും കൂടുതലാണ്. എന്നാൽ അത് പുണ്യമാണെന്ന് കരുതി തൻ്റെ മാതാപിതാക്കളെ നമ്മളെ ജനിപ്പിച്ചവരോടെ അവരെ നോക്കണമെന്നുള്ളൊരു വലിയ ഒരു കരുത്തോടെ നോക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയാവുന്ന അനേകരുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ വീടുകളിൽ കഴിയുന്ന വയോജന പ്രായമുള്ളവരെ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും ആ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ ആ ടൗണിനോട് അടുത്തുള്ളവർ ഒന്നിച്ചു കൂടുവാൻ ഒരു ക്ലബ്ബ് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ, മുനിസിപ്പാലിറ്റി, തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് ഒരു ക്ലബ്ബ് നടത്തുക. അതിലൂടെ അവർക്ക് അത്യാവശ്യം മെഡിറ്റേഷന്, യോഗയൊക്കെ അറിയാം. ഇതിനകത്ത് ലൈഫ് എക്സ്പീരിയൻസ് ഒത്തിരി പേർക്ക് അറിയാവുന്നവരുണ്ട്. അത് അറിയാത്ത മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക. അതിലൂടെ ചിലപ്പോൾ അവരുടെ ആശയവിനിമയം നടക്കും. ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ണീരിൻ്റെ നനവിലൂടെ നടന്നു പോയ ഒരു ലൈഫായിരിക്കും അവർ നടക്കുന്നത്. ചിലപ്പോൾ റിട്ടയർഡ് ലൈഫായിരിക്കും. ഒത്തിരി ഉദ്യോഗസ്ഥരുണ്ട് റിട്ടയർഡ് ലൈഫ് ഏകാന്തത അനുഭവിക്കുന്നവർ. ഒരു കാലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവസാനം ആരും നോക്കാനോ അല്ലെങ്കിൽ അവരുടെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിലൂടെ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു കാഴ്ചകളാണ്. പിന്നെ ഒട്ടും സാമ്പത്തികമില്ലാത്ത കുറേ പാവപ്പെട്ടവരുണ്ട്. അവർ ചെയ്യുന്നത് വെച്ചാൽ ഉള്ള സാമ്പത്തികം അനുസരിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർ വിദേശത്ത് പോയി അവർ നോക്കാൻ പോലും മടി കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അനാഥ മന്ദിരങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. എന്തുകൊണ്ട് ഈ അനാഥ മന്ദിരങ്ങൾ ഇത്രയും നിറയുന്നു എന്ന് ചോദിച്ചാൽ, വൃദ്ധരായ നമ്മുടെ വയോജനങ്ങളെ നോക്കാൻ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മടിക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഇങ്ങനെയുള്ള ഷെൽട്ടറുകൾ ആരംഭിക്കുന്നത്. എല്ലാ ഷെൽട്ടറുകൾക്കും, എല്ലാ അഗതി മന്ദിരങ്ങൾക്കും, വയോജനങ്ങളെ നോക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന എല്ലാ മന്ദിരങ്ങളിലും ഗവൺമെൻറ് ശക്തമായ ഇടപെടലുണ്ടാവണമെന്നൊരു അപേക്ഷ കൂടി എനിക്കതിനകത്ത് വെക്കാനുണ്ട്. വയോജനങ്ങൾ 1 മണിക്കൂർ അല്ല അരമണിക്കൂർ അവർ സംസാരിച്ച് കഴിയുമ്പോൾ മാസത്തിലൊരിക്കൽ ആ ക്ലബ്ബുകളിൽ അവർ ഒത്തുകൂടുമ്പോൾ അവരുടെ ഫിസിക്കലി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ, നമ്മുടെ ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടറെ നമ്മൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ അവരവിടെ വന്ന് അവരുടെ പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ രോഗങ്ങൾ നിർണ്ണയിക്കുവാനും അതിനുവേണ്ട മരുന്നുകൾ അവിടെ നൽകുവാനും സാധിക്കുന്ന. അതുപരി ഇവർ തമ്മിലുള്ളൊരു ആശയവിനിമയമുണ്ട്. പഴയ ആൾക്കാർ തമ്മിലുണ്ട്. ഇപ്പം അങ്ങനെ ഇല്ല. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ നാട്ടിലൊക്കെ ഈ കടയുടെയൊക്കെ സൈഡിൽ ചെറിയ ചെറിയ ഓൾട്ട കടകളാണ്. അവിടെ വന്നിരുന്ന് പഴയ കാര്യങ്ങൾ പറയുന്നൊരു കാലഘട്ടം. അത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. ഇന്ന് അത് ചെറുപ്പക്കാരുടെ ഇടയിലും ഇല്ല, അത് പ്രായമുള്ളവരുടെ ഇടയിലും ഇല്ല. അത് ടി വിയിലാവാം, ചിലപ്പോൾ വാർത്തയിലാവാം, ഫോണിലാവാം, ഒതുങ്ങിപ്പോയിരിക്കുന്നു. പണ്ടും ഈ പറയുന്ന മദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ മയക്കുമരുന്നില്ലെങ്കിൽ പോലും മദ്യമൊക്കെ ഉണ്ടായിരുന്നു. ആരും ഇത്രയും അഡിക്റ്റായിട്ട് പോയൊരു ചരിത്രം ഇല്ല. ഇത് പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നു. അവിടെ തുടങ്ങും ഇത് മദ്യത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ആരംഭം. അതിൽ നിന്ന് ഈ പറയുന്ന ഓപ്പറേഷൻ തൂഫാൻ പോലെ നമ്മൾ നടത്തുന്ന ഏറ്റവും നല്ല ഒരു സന്ദേശം ഇതിലൂടെ നടക്കട്ടെ. നമ്മുടെ വയോജനങ്ങൾ ഒറ്റപ്പെട്ട് പോകാതിരിക്കട്ടെ. നമ്മുടെ സമൂഹത്തിന്, നമുക്കിപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന യുവക്കന്മാരല്ലെങ്കിൽ ചെറുപ്പക്കാരായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് വയോജനങ്ങൾക്ക് വേണ്ടി, അവരുടെ മെഡിറ്റേഷന് വേണ്ടി, അവരുടെ ആശയവിനിമയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ഫിസിക്കലി ഒരു അട്രാക്ഷന് വേണ്ടി ഒരു ക്ലബ്ബുകൾ ഓരോ പഞ്ചായത്തിലും നിയമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോ ക്ലബ്ബുകൾ, ചെറിയൊരു കടമുറി മതി. ഒരു 50 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഹാള്. 2 കടമുറി ആകുമ്പോഴത്തേനും അത് ഒരു ഹാളാവത്തില്ലേ? മാസത്തിൽ ഒരിക്കലെങ്കിലും അതിനുള്ള സംവിധാനം ഒരുക്കുക. അത് പൊതുജനങ്ങളോടാണ്, മൊത്തം എന്നെ കേൾക്കുന്ന എല്ലാവരോടാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു സജഷൻ ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വരട്ടെ. എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് വീണ്ടും സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ.
ഓക്കെ, താങ്ക് യു.